ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ കുരിശിന് ഒരു പ്രത്യേകമായ സ്ഥാനമുണ്ട്. നമ്മൾ എന്ത് കാര്യം ആരംഭിച്ചാലും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ നമ്മെ തന്നെ വിശദീകരിച്ച് ആണ് നമ്മൾ ആരംഭിക്കുക. ഈ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ആരംഭിക്കുന്നത് AD 326 കോൺസ്റ്റൈൻ ചക്രവർത്തി ക്രിസ്തീയ മതം സ്വീകരിച്ചു. ക്രിസ്തുവിന്റെ മതം സ്വീകരിച്ചതിന് ശേഷമാണ് ക്രൈസ്തവർക്കെതിരായുള്ള എല്ലാ പീഡനങ്ങളും നിർത്തലാക്കൽ. അതുവരെ ഒത്തിരിയേറെ പീഡാസഹനത്തിലൂടെ ക്രൈസ്തവരായ നമ്മുടെ പൂർവികർ കടന്നുപോയിരുന്നു. അവരെല്ലാവരും തന്നെ ദൈവത്തെ പ്രതി ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തപ്പോഴും കുരിശിനെ ആരാധിച്ചിരുന്നില്ല. കുരിശിനെ അവർ കണ്ടിരുന്നത് സഹനത്തിന്റെ ഒരു ചിഹ്നമായിട്ടല്ല, മറിച്ച് അപമാനത്തിന്റെയും വെറുക്കപ്പെടലിന്റെയും ഒരു ചിഹ്നമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അതുവരെ കുരിശിനെ അവർ കണ്ടിരുന്നത്. യേശുനാഥൻ കുരിശിലേറി മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ടു എങ്കിൽ പോലും കുരിശിനെ അവർ ആരാധിച്ചിരുന്നില്ല. എന്നാൽ കോൺസ്റ്റൈൻ ചക്രവർത്തി ഒരിക്കൽ ഒരു സ്വപ്നം കാണുകയുണ്ടായി. AD 312 ഒരു നിർണായകമായ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്ന ഒരു ബാനർ ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: ഈ ചിഹ്നം ഉപയോഗിച്ച് നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങൾ വിജയിക്കും. പിറ്റേ ദിവസം തന്റെ പടയാളികളുടെ രക്ഷാകവചത്തിലെല്ലാം വിശുദ്ധ കുരിശിന്റെ ചിഹ്നം പതിപ്പിക്കുകയും ആ പതാകയിലെല്ലാം കുരിശ് വരച്ചു ചേർക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം ചെയ്തപ്പോൾ ആ ചക്രവർത്തി പോലും വിചാരിക്കാത്ത വലിയ വിജയമാണ് ദൈവം അവർക്ക് നൽകിയത്. അതോടുകൂടി വിശുദ്ധ കുരിശിനോടുള്ള ഭക്തി കൂടുതലായിട്ട് പ്രചരിക്കുവാൻ തുടങ്ങി. 326 കാൽവരിയിൽ ഒരു ദേവാലയം പണിയണമെന്ന ആവശ്യം കോൺസ്റ്റൈൻ ചക്രവർത്തിയുടെ അമ്മ ഉന്നയിച്ചപ്പോൾ അതിനെ അനുവദിക്കുകയും അതിനുവേണ്ടി അവർ സ്ഥലം ഒരുക്കുന്ന വേളയിലാണ് 3 കുരിശുകൾ കണ്ടുകിട്ടുന്നത്. ഇതിൽ ഏതാണ് ക്രിസ്തുവിന്റെ കുരിശ് എന്നറിയുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മരണാസന്നയായ സ്ത്രീ ആ കുരിശിൽ തൊടാൻ ഇടയായി. അങ്ങനെ അവൾ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇതാണ് ക്രിസ്തുവിനെ കുരിശ് തറച്ച കുരിശ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അന്നു മുതലാണ് ഈ കുരിശിനെ വണങ്ങി തുടങ്ങിയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കുരിശ് വളരെ നിർണായകമായ ഒന്നാണ്. ക്രിസ്തുനാഥൻ നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തതിൻ്റെ, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് വീണ്ടും കൂട്ടിച്ചേർത്തതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ കുരിശിനെ കാണുമ്പോൾ ആ കുരിശ് എന്നും നമ്മളെ നയിക്കുന്ന ഒന്നായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുരിശ് ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. നമ്മൾ വിശുദ്ധ കുരിശിനെ സാക്ഷിയാക്കി ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കുക, ഈ വിശുദ്ധ കുരിശ് ഒരു മരക്കഷ്ണത്തിന്റെ വിലയല്ല, മറിച്ച് അതിൽ തൂങ്ങി മരിച്ച ക്രിസ്തുവിന്റെ മഹത്വമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുക. ഒരു 2 മരക്കഷ്ണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്താൽ കുരിശാവും. പക്ഷേ അതിലല്ല കാര്യം, മറിച്ച് അതിൽ ആരാണോ മരിച്ചത്, നമുക്ക് വേണ്ടി രക്ഷ കൈവരിക്കുവാൻ വേണ്ടി കുരിശിലേറി മരിച്ച ക്രിസ്തുവാണ് നമ്മുടെ ഓരോരുത്തരുടെയും മഹത്വം നിർണ്ണയിക്കുന്നത്. ആദിപിതാക്കൾ പാപം ചെയ്ത് പറുദീസായിൽ നിന്ന് കടന്നുപോയപ്പോൾ ജീവന്റെ വൃക്ഷം അവർക്ക് നഷ്ടമായി. ആ ജീവന്റെ വൃക്ഷം അവർ നേടുന്നത് ഇവിടെ നിന്നാണ്. യേശുനാഥൻ കുരിശിലേറി മരിച്ചപ്പോൾ വീണ്ടും നമ്മളെല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരുന്നത് ക്രിസ്തുനാഥൻ ഈ കുരിശിലേറി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ചപ്പോഴാണ്. എന്തിനു വേണ്ടിയാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് കർത്താവ് അയച്ചത്? അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. സംഖ്യയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു, ഇസ്രായേൽ ചെയ്യുന്ന എപ്രകാരമാണ് ദൈവത്തോട് പ്രതികരിച്ചത്. ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് അവരെ പൂർണ്ണമായി വിടുതൽ നൽകിക്കൊണ്ട് ദൈവം അവരെ നയിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ മരുഭൂമിയിൽ അവർക്ക് ആവശ്യമായതെല്ലാം അവൻ നൽകിക്കൊണ്ടിരുന്നു. അവർക്ക് വിശന്നപ്പോൾ മന്ന പൊഴിച്ചു. അവർക്ക് എന്തൊക്കെയാണോ ആവശ്യം അതെല്ലാം നടത്തി കൊടുത്തു. പക്ഷേ അവർ വീണ്ടും കർത്താവിനെ നിന്ദിക്കുവാൻ തുടങ്ങി. തങ്ങൾ ഈജിപ്തിന്റെ അടിമത്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സുഭിക്ഷമായി ഭക്ഷണം ലഭിച്ചിരുന്നു, ഇവിടെ എന്താണുള്ളത്? ഞങ്ങൾക്ക് അപ്പമില്ല, മീനില്ല, അങ്ങനെ പല പരാതികളും പറഞ്ഞുകൊണ്ട് അവർ ദൈവം നടത്തിയ വഴികളെ മറന്നു കളഞ്ഞപ്പോൾ ദൈവത്തിന് തന്നെ അവരോട് ദേഷ്യമായി. അതുകൊണ്ടാണ് അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പത്തെ അവിടുന്ന് അയക്കുന്നത്. അതിന്റെ ദംശനമേറ്റ ഒത്തിരിയേറെ പേർ മരിച്ചു പോയപ്പോൾ അവർക്ക് പശ്ചാത്താപമായി.
ഞങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് മനസ്സിലാക്കി അവർ ഒത്തിരിയേറെ പശ്ചാത്താപത്തോടുകൂടെ മോശയെ സമീപിച്ച് പറഞ്ഞ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് അപേക്ഷിക്കണം. കർത്താവിന്റെ സന്നിധിയിൽ മോശ അവർക്ക് വേണ്ടി മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ അവർക്ക് വേണ്ടി ഉണ്ടാക്കുക. സർപ്പം കടിക്കുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ രക്ഷ പ്രാപിക്കും. അതായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം. അങ്ങനെ ഒത്തിരിയേറെ പേർ രക്ഷ പ്രാപിച്ചതുപോലെ യേശുനാഥനും കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കാൻ പോകുന്നത് എന്ന് യേശു നമ്മോട് പറയുകയാണ്. യേശുനാഥന്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ മുഴുവൻ തന്റെ പീഡാസഹനത്തെക്കുറിച്ച് കൃത്യമായി യേശുനാഥൻ ശിഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഓരോന്ന് പ്രതികരിച്ചത്? വിശ്വസ്ത ശിഷ്യനായ പത്രോസിന് പോലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കുരിശ് മരണം എന്നത്. അപമാനത്തിന്റെ വലിയ ശിക്ഷയായിരുന്നു ആ കുരിശ് മരണം. അതിനുവേണ്ടി തങ്ങളുടെ ഗുരു പോകുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കുവാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല. പലപ്പോഴും ശിഷ്യന്മാർ അത് തടയാൻ ശ്രമിച്ചപ്പോഴെല്ലാം യേശുനാഥൻ എന്താണ് പത്രോസിനോട് പോലും പറഞ്ഞത്? സാത്താനെ മാറി നിൽക്കുക. പ്രിയമുള്ളവരെ, തന്റെ പീഡാസഹനത്തെക്കുറിച്ച് ഓരോ തവണ പ്രവചനം നടത്തുമ്പോഴും ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കുവാൻ സാധിച്ചില്ല. ഈ പീഡാസഹനത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യകത എന്താണെന്ന് ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുവാനായിരുന്നു പിന്നീട് യേശുനാഥൻ ശ്രമിച്ചത്. ആദ്യ പിതാക്കന്മാർ പാപം ചെയ്ത് ദൈവത്തിന് അകന്നു പോയതുപോലെ നാം ഓരോരുത്തരും പാപം ചെയ്ത് ദൈവത്തിന് അകന്നു പോകുമ്പോൾ നമ്മളെ എല്ലാവരെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കുരിശിലേറി മരിക്കുവാൻ ദൈവം തന്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. തന്റെ ഏകജാതനിലൂടെ നമ്മൾ ഓരോരുത്തരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി അവിടുന്ന് ആഗ്രഹിച്ചു. എന്നാൽ നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് ദൈവത്തോട് പ്രത്യുത്തരം കൊടുക്കുന്നത്? നമ്മുടെ വിളിക്കനുസൃതമായി നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് ദൈവത്തോട് പ്രതികരിക്കുന്നത്? ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുമ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഓർക്കാറില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ സഹനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ പരാതി പറയും. എന്നാൽ അനുഗ്രഹങ്ങളെ ഓർത്ത് എത്ര പേർ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് കർത്താവേ, നീ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം നൽകിയല്ലോ എന്നോർത്ത് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. 10 കുഷ്ഠരോഗികളെ ആ അത്ഭുതത്തിൽ നമ്മൾ കാണാൻ സാധിക്കും. 9 പേരും തിരികെ അവർക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ പോയി. ഒരു വ്യക്തി മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവേ, ഞാൻ സുഖം പ്രാപിച്ചു എന്ന് പറഞ്ഞ് നന്ദി പറയുന്നു. അതുപോലെ നമ്മൾ നന്ദി പറയുന്നവരായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്തു നോക്കുക. എത്രമാത്രം ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നന്ദി പറയുന്ന വ്യക്തികളാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ സഹനങ്ങൾ കടന്നു വരുമ്പോഴും നമ്മൾ കർത്താവ് ഈ കുരിശ് എന്തിന് എനിക്ക് തന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. എന്താ കർത്താവ് നമ്മോട് പറയുന്നത്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്റെ കുരിശും ചുമന്നുകൊണ്ട് എൻ്റെ പുറകെ വരാനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുരിശുകൾ കടന്നു വരാറുണ്ട്. എങ്ങനെയാണ്? പല പ്രശ്നങ്ങളും നമുക്ക് കുരിശായിട്ട് മാറും. ജീവിത പങ്കാളി പോലും കുരിശായിട്ട് മാറുന്ന ഒത്തിരിയേറെ കുടുംബങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവമേ, ഇതൊരു കുരിശായിട്ട് മാറിയല്ലോ എന്ന് നമ്മൾ പരാതി പറയാറുണ്ട്. പക്ഷേ ആ വേളയിലെല്ലാം നമ്മൾ ചിന്തിക്കുക, കർത്താവിന്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമല്ലേ? കർത്താവ് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കുരിശിൽ ആ പീഡാസഹനങ്ങളെല്ലാം ഏറ്റെടുത്ത് മരിക്കുന്നത്. ദൈവപുത്രനാണ് നമ്മുടെ ഇടയിലേക്ക് നമ്മൾ ഒരുവനായിട്ട് കടന്നു വന്നു. നമ്മളിൽ ഒരുവനായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചു. നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട വഴികളിലൂടെ എല്ലാം അവൻ സഞ്ചരിച്ചു. നമ്മുടെ ജീവിതാവസ്ഥകളെ നേരിട്ട് കണ്ടറിഞ്ഞു. അവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അവൻ കടന്നു വന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. സുവിശേഷങ്ങളിലുടനീളം നമ്മൾ കാണുന്നത് എന്താണ്? യേശുനാഥൻ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ഒത്തിരിയേറെ പേർ കർത്താവിന്റെ സന്നിധി, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയിടമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നതുപോലെ തന്നെ ആരും ആവശ്യപ്പെടാതെ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അതേ അനുഭവം നമുക്കും ഉണ്ടാകണമെങ്കിൽ ഈ കുരിശ് നമ്മുടെ ഓരോരുത്തരെയും രക്ഷയാണ് നമ്മൾ തിരിച്ചറിയണം. കുരിശിന്റെ വീഴ്ചയുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങളും ഈ കുരിശിലേക്ക് ചേർത്ത് വെക്കുവാൻ നമ്മൾ പഠിക്കണം. എൻ്റെ ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനങ്ങളും കുരിശിലെ കർത്താവിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം വളരെ വലുതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു പാപവും ചെയ്യാത്ത വ്യക്തിയാണ് അവർ ചമ്മട്ടി കൊണ്ട് അടിച്ചത്. 40 തവണ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോഴും ഓരോ തവണയും ആ ചമ്മട്ടി ശരീരത്തിൽ നിന്ന് വലിച്ചു പറിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു മാംസ ദളങ്ങൾ കൂടി വരുമായിരുന്നു.
അത്രയേറെ വേദന സഹിച്ചപ്പോഴും ആ പിതാവ് കരഞ്ഞില്ല. നമ്മുടെ കർത്താവ് കരയുന്നില്ല. കാരണം എന്താണ്? പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ദൗത്യമാണ്. എൻ്റെ പീഡാസഹനത്തിലൂടെ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുക. കർത്താവ് തിരഞ്ഞെടുത്ത ഈ ജനതയെ തൻ്റെ ദൈവത്തോട് വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയാണ് താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ഈ സഹനങ്ങളൊന്നും എന്നെ അലട്ടുന്ന ഒന്നല്ല എന്ന് യേശുനാഥൻ തിരിച്ചറിഞ്ഞു. പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ജീവിതമാണ് യേശുനാഥൻ തന്റെ ജീവിതത്തിലുടനീളം മുന്നോട്ട് നയിച്ചത്. അവിടെ കാൽവരി മലയിൽ കിടന്ന് ആ കുരിശിലേറി മരിക്കുന്ന വേളയിൽ പോലും കർത്താവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് യേശുനാഥൻ ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കൊച്ചു കൊച്ചു സഹനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഈ സഹനങ്ങൾ ദൈവം എന്തിനു വേണ്ടിയാണ് തന്നത് എന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സഹനങ്ങളുടെ പുറകെയും നമുക്ക് കർത്താവിന് എന്തോ ഒരു സന്ദേശം തരാനുണ്ട്. ഒരുപക്ഷെ നീ കുറച്ചുകൂടി കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തിയാണെന്ന് നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താനായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി ശരിയല്ല എന്ന് നമ്മളെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ട് എന്ന ഒരു സൂചന നൽകാനായിരിക്കാം. അല്ലെങ്കിൽ ഈ സഹനത്തിലൂടെ മറ്റുള്ളവരെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാനായിരിക്കാം. പല വിശുദ്ധരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനങ്ങൾ മറ്റുള്ളവരെ നേടിയെടുക്കാനുള്ളതായിരുന്നു. അൽഫോൻസാമയുടെ ജീവിതത്തിൽ കാണുന്നതും അത് തന്നെയാണ്. അവളുടെ ജീവിതത്തിലുണ്ടായ ഓരോ സഹനങ്ങളും ഒത്തിരിയേറെ വ്യക്തികളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാനുള്ളതായിരുന്നു. അങ്ങനെ ഓരോ വിശുദ്ധരുടെയും ജീവിതവും നമ്മൾ എടുത്തു നോക്കുക. അവർക്കെല്ലാം ഈ സഹനത്തിന്റെ കഥ പറയാനുണ്ടാകും. ഈ സഹനം അവരുടെ ജീവിതത്തിൽ വലിയൊരു പാഠം അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവിന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കാൻ അവർക്കെല്ലാം സാധിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ആനന്ദമായി മാറി. പുറമേ നിൽക്കുന്നവർക്ക് ഈ വ്യക്തി എങ്ങനെ ഇതെല്ലാം സഹിക്കുന്നു എന്ന് അത്ഭുതം തോന്നാം. പക്ഷേ അവരെ സംബന്ധിച്ച് അത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ്. കാരണം എൻ്റെ കർത്താവിന്റെ സഹനത്തോട് എൻ്റെ ഈ കൊച്ചു സഹനവും എനിക്ക് ചേർത്ത് വയ്ക്കാൻ സാധിച്ചുവല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുരിശിന്റെ അനുഭവവും ഇത് തന്നെയാണ് നമുക്ക് പ്രദാനം ചെയ്യുക. കർത്താവിന്റെ സഹനത്തോട് നമ്മുടെ സഹനവും ചേർത്ത് വയ്ക്കാനുള്ള അവസരം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കൂടുതലായി സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സഹനവും. നിന്നെ കർത്താവ് ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് സഹനം തരുമ്പോൾ നീ കർത്താവിനോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുക. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഈ സഹനം തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് കൂടുതലായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളാണ് കൂടുതൽ സഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. നമ്മൾ പലപ്പോഴും അവരെ കളിയാക്കി പറയാറുണ്ട്, നീ കർത്താവിന്റെ സന്നിധിയിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, നിന്റെ കുടുംബത്തെ മറന്നുപോലും നീ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇതുപോലെ സഹനങ്ങൾ കടന്നു വരുന്നത്, ഓരോ ദുരിതങ്ങൾ കടന്നു വരുന്നത്, ഒത്തിരിയേറെ കഷ്ടപ്പാടിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പലതും പറഞ്ഞ് നമ്മൾ പരാതി പറയും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കളിയാക്കാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ തിരിച്ചു പറയേണ്ട ഒരു കാര്യം, കർത്താവ് എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു. കർത്താവ് എന്നെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഈ സഹനങ്ങൾ കടന്നു വരുന്നത്. കർത്താവ് എനിക്ക് നൽകുന്ന കുരിശുകളാണ് ഇതെല്ലാം. ഈ കുരിശ് വഹിച്ചുകൊണ്ട് കർത്താവിന്റെ പുറകെ ചെല്ലുവാനാണ് കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സന്യസ്ത ജീവിതത്തിലായിരിക്കാം. എന്തു തന്നെയായാലും നമുക്ക് ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ, തെറ്റിദ്ധാരണകൾ, ആരോപണങ്ങൾ, അല്ലെങ്കിൽ അവഗണനകൾ, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം മാറ്റി നിർത്തപ്പെടുമ്പോൾ, നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, ഏകാന്തതയെ അനുഭവിക്കുമ്പോൾ നമ്മൾ ഓർത്തു നോക്കുക, കർത്താവ് എത്രമാത്രം ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി സഹിച്ചു. ഒരു പാപവും ചെയ്യാത്ത കർത്താവിന് ഈ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വന്നുവെങ്കിൽ എൻ്റെ ഈ സഹനത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കർത്താവിനോട് ചോദിക്കുക. കർത്താവെ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ സഹനവും മറ്റുള്ളവരുടെ ജീവിതത്തെ അങ്ങേക്ക് വേണ്ടി നേടുവാനുള്ളതാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.